തിരുവനന്തപുരം നെടുമങ്ങാട് ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചത് അത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷം കോൺഗ്രസും BJPയും ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്തുണ്ടായിരുന്നു. വലിയ ഗുരുതരമായ ആരോപണം ഈ ഡോക്ടർക്കെതിരെ ബന്ധുക്കൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. തുടർന്ന് ഡോക്ടറെ അത്തരത്തിൽ സ്ഥലം മാറ്റുകയും ചെയ്തു. പക്ഷേ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ബന്ധുക്കൾ. ഇതില്ലാതെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ബന്ധുക്കൾ അത്തരമൊരു രമ്യതയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നടപടികൾ പുരോഗമിക്കുക. സിസേറിയൻ നടത്തിയ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് KGMOയെ നെടുമങ്ങാട് ജില്ലാ KGMOയെ രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ട്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് KGMOയുടെ തീരുമാനം. ജില്ലാതലത്തിൽ നിസ്സഹകരണ സമരവും നടത്താൻ സംഘടന തീരുമാനിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ആ സംഭവം അത് വല്ലാത്ത ഒരു തലത്തിലേക്ക് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇവിടെ ഇന്നലത്തെ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടായി. അച്ഛൻ്റെ അഭിമുഖമൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ഛൻ പറഞ്ഞത് ഡോക്ടറാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നാണ്. ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിൽ തയ്യാറായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് രമ്യതയിലെത്തിയത്? ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനടക്കം ബന്ധുക്കൾ സമ്മതിച്ചത് എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങളായിരുന്നു ഇന്നലെ ഈ പറയുന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ ഉണ്ടായത്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന കുട്ടിയുടെ മരണത്തിന് കാരണക്കാരിയായ ഡോക്ടറുടെ സ്ഥലം മാറ്റമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സ്ഥലം മാറ്റമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ തൃപ്തരല്ലാതെയായിരുന്നു പ്രതിഷേധം വീണ്ടും തുടർന്ന് അധികൃതർ ഇടപെടുകയും ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഏറെക്കുറെ ഒതുങ്ങിയതെന്ന് തന്നെ നമുക്ക് പറയാം. തുടർന്നായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി കുട്ടിയുടെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ആദ്യത്തെ പോസ്റ്റ്മോർട്ടമായിട്ട് നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലൂടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഒരു വ്യക്തത വരാൻ കൂടെ നോക്കുന്നുണ്ട്. അതായത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അത് മുന്നോട്ട് പോകുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച കൂടിയാണ് ഈ പറയുന്ന നെടുമങ്ങാട് മണലി സ്വദേശിയായ രഞ്ജനയെ പൂർണ്ണ ഗർഭിണിയായി എത്തുകയും ബിന്ദു ശ്രീധറിന്റെ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും തുടർന്ന് കുട്ടി മരിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുകയും തുടർന്നായിരുന്നു ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധവുമായി എത്തുന്നു. സൂപ്രണ്ടിനെ തടയുന്നു, ജില്ലാ മെഡിക്കൽ ഓഫീസറെ തടയുന്ന ഒരു പശ്ചാത്തലം തുടങ്ങിയ ഒരു നാടകീയ സംഭവങ്ങൾ തന്നെ ഈ പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. വളരെ ശ്രമപ്പെട്ടായിരുന്നു നെടുമങ്ങാട് പോലീസ് ഗതികൾ അവിടെ നിയന്ത്രിച്ച ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നലെ തുടർന്ന് ഈ പറയുന്ന ഡോക്ടർ നിരവധി നേരത്തെയും ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ നടത്തി ആരോപണം നിലനിൽക്കുന്ന ഡോക്ടറെ ഈ വിഷയത്തിൽ ഉൾപ്പെടെ പുറത്താക്കണം എന്നുള്ള ഒരു നിലപാടിൽ സമരക്കാർ ഉറച്ചു നിന്നെങ്കിലും സ്ഥലം മാറ്റാനുള്ളൊരു നടപടിയിലായിട്ടാണ് മുന്നോട്ട് പോയത്. ഇതിൽ തൃപ്തരാവാതെ വീണ്ടും സമരം ഇന്നലെ ഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഈ പറയുന്ന സസ്പെൻഷനിലേക്ക് എത്തുന്നത്. തുടർന്ന് വൈകിട്ടോടുകൂടിയാണ് കുട്ടിയുടെ ശരീരം ഏറ്റുവാങ്ങി സമരക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷേ അവിടെ കൊണ്ട് ഇപ്പോൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം മെഡിക്കൽ സൂപ്രണ്ടിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ജില്ലാധികാരികൾ ഉൾപ്പെടെ സമരക്കാർ തടഞ്ഞു വെച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ KGMO രംഗത്തെത്തിയിട്ടുണ്ട്. ആശുപത്രി നടപടികളുടെ പ്രധാന ആവശ്യങ്ങൾ ഒഴികെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയുള്ള പ്രസ്താവനകൾ അവർ ഇറക്കി കഴിഞ്ഞു. കാരണം ഇത് വച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടൊക്കെ ആണ് KGMOയുടെ ഭാഗത്ത് നിന്ന്. അതായത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ അക്രമവും ഭീഷണിയും സൃഷ്ടിക്കുന്ന പ്രവണതകൾ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഗുരുതര ഭീഷണിയാണ്. വിദഗ്ധ സമിതിയുടെ ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാകും മുൻപേ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി പ്രതിഷേധാർഹവും നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. സംഭവത്തിൽ സത്യാവസ്ഥ വിലയിരുത്താതെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇത്തരം നടപടികൾ സ്വീകരിക്കരുത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. കടുത്ത മാനവ വിഭവശേഷി കുറവിനിടയിലും മികച്ച സേവനം നൽകുന്ന ആരോഗ്യ പ്രവർത്തകരെ അപമാനിക്കുന്ന നടപടിയാണ്. രോഗീ പരിചരണത്തിനിടയിൽ സംഭവിക്കുന്ന സ്വാഭാവിക സങ്കീർണതകളെ ചികിത്സാ പിഴവായി മുദ്രകുത്തി ആൾക്കൂട്ട വിചാരണയും ആശുപത്രി അതിക്രമവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല.
പരിമിതമായ സാഹചര്യങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാ ചികിത്സയും അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും നൽകിയിട്ടുണ്ട്. മറ്റാരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. വിദഗ്ധ സമിതി റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണമെന്നും KGMO ആവശ്യപ്പെടുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണയിലൂടെയല്ല, ശാസ്ത്രീയമായ വിലയിരുത്തലിലൂടെ മാത്രമേ തീരുമാനങ്ങളിലെത്താവൂ. ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു തെളിവും ഹാജരാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അതായത് അരുൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിമിതമായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് സംഘടന പറയുന്നുണ്ട്. അതിനിടയിലും ഡോക്ടർക്ക് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ നൽകി. മറ്റൊന്ന്, കൈക്കൂലി വളരെ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു അവിടെ. ഈ അച്ഛൻ നേരിട്ട് നമ്മളിതിൽ കേട്ടതാണ് 2 തവണയായി 10,000 രൂപ ഈ ഡോക്ടർ ആവശ്യപ്പെടുകയും കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള തെളിവുകൾ വേണം. അതായത് ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇത്തരം സംഭവങ്ങളിൽ ഡോക്ടറെ ബലിയാടാക്കരുത് എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ KGMOയും സംഘടനയും ഡോക്ടർമാരും കടുപ്പിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സമരം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധുക്കൾ നടത്തി അല്ലെങ്കിൽ നാട്ടുകാർ നടത്തിയ സമരത്തിന് പിന്നാലെ ഇപ്പോൾ ജീവനക്കാർ, ഡോക്ടർമാർ ഈ ഒരു വിഷയത്തിലും സമരത്തിന് വേറൊരു തലത്തിലേക്ക് എത്തുന്നു. കാരണം ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ ഇന്നലെ നൽകിയ ഒരു മൊഴി തന്നെയാണ്, അതായത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഡോക്ടർ ബിന്ദുവിനെതിരെ നേരത്തെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കൊല്ലം സ്വദേശിയായ ഒരു യുവതിക്കായിരുന്നു ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർക്ക് സസ്പെൻഷൻ ഉണ്ടായെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഒരു വിഷയം. എന്തായാലും ഈ പറയുന്ന ആവശ്യങ്ങൾ, KGMO പറയുന്ന ആവശ്യങ്ങൾ സർക്കാർ കേട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ജില്ലാതലത്തിൽ തന്നെ ഈ ഒരു സമരം ഘടിപ്പിക്കാൻ ഉള്ളൊരു തലത്തിലേക്ക് എത്തുന്നു. അത് അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമാക്കി ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. എന്തായാലും നവജാത ശിശുവിന്റെ മരണം അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഒരു ആരോഗ്യ മേഖലയിലേക്കും ആ സമരം പടരുന്നു. ഒപ്പം കുട്ടിയുടെ മരണകാരണം എന്താണെന്നുള്ളത് ബന്ധുക്കൾ കാത്തിരിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിൽ ഏതായാലും ആ ആശുപത്രിയിലെ, നെടുമങ്ങാട് ആശുപത്രിയിലെ ആ പ്രശ്നം അത് ഡോക്ടർമാരും ഏറ്റെടുക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും സംഘടന വിവിധ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.